നമുക്ക് എന്തൊരു തോരൻ വെച്ചാലോ? തോരൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈ സാധനം എന്തോന്നറിയാമല്ലോ അല്ലേ? എന്തോന്നറിയാമല്ലോ, എന്തോ ഉള്ളിത്തണ്ടല്ലേ? ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു തോരൻ വെച്ച് നോക്കാം. എല്ലാവർക്കും തോരൻ വെക്കാൻ അറിയാം, പക്ഷെ എങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരത്തില്ലേ എന്തോനെങ്കിലും ചേരുവകൾക്ക്. അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്, ഞാൻ തവ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. രണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇടുന്നു. വറ്റൽമുളക് കൂടെ, ആവശ്യമായ കറിവേപ്പില ഇടുന്നു. ഇതിൻ്റെ കടുക് പൊട്ടിയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടായി ഞന്നുണ്ട് തേങ്ങാപ്പീര. ആവശ്യമായി ഉപ്പ് കൂടെ. ഞാൻ തോരൻ ആവശ്യമായ ഉപ്പാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പീര എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ തേങ്ങാപ്പീര എടുത്താൽ മതി. ഞാൻ തോരൻ ആവശ്യമായ തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു മുട്ട ഇട്ട് നല്ല ടേസ്റ്റാണ് മുട്ട ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. സൂപ്പറാത്, നല്ല ടേസ്റ്റ് ഇട്ട് ഞാനിത് ഒരു മുറി ക്യാരറ്റ്, ഒരു സവാള, 3 പച്ചമുളക്, പിന്നെ ഉള്ളിത്തണ്ട്. അത് ഞാൻ ആവശ്യമായത് നമ്മുടെ ഇപ്പം ഒരു വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് നമ്മൾ എടുത്താൽ പോരെ. അപ്പം അതിനനുസരിച്ച് നമ്മൾ തേങ്ങ ഇട്ട് പോവുക. നമുക്കൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് വഴണ്ട. ഒരു ശകലം വെള്ളം ഒന്നുകൂടെ, ഇച്ചിരി ഒരു വേവിന് വേണ്ടി. ഒത്തിരി വേവണ്ട, കുഴഞ്ഞു പോകണ്ട, ചെറുതായിട്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് വെള്ളം ഒഴിച്ചത്. നമുക്ക് ചെറുതീയിലൊന്ന് അടച്ചു ചെറുതീയിൽ നിന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് ആവി കൊള്ളിക്കാം. തോരൻ റെഡിയായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. ഉള്ളിത്തണ്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നമ്മൾ വെന്താലും അത് ഒത്തിരി വേവൊന്നും വേണ്ട, ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇടയ്ക്ക് ഓരോ ക്യാരറ്റിൻ്റെ കഷ്ണം വേണ്ട, ഒത്തിരി ക്യാരറ്റ് ഇടരുത്, കാണുമ്പോൾ ഒരു ഭംഗി വേണ്ട. ഇങ്ങനെ ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പുണ്ട്, കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ തോരൻ റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന്
അപ്പോൾ ഒന്ന് നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്യുക. എല്ലാവരും തോരൻ വെക്കുന്നവരാണ് എങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ഫോളോയും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.